കർത്താവിന്റെ വചനം പറയുന്നു, അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തെ മറക്കരുതെന്ന് ഇസ്രായേൽ ജനത്തോട് ദൈവം അരുളി ചെയ്യുന്നതായത്. ഫറവോന്റെ അടിമനുകത്വത്തിലായിരുന്നു ഇസ്രായേൽ ജനം. ആമേൻ, സ്തോത്രം. അവിടെ നിന്നും വിടുവിച്ച് കൊണ്ടുവന്ന ദൈവത്തെ മറക്കാതിരിപ്പാൻ എന്തുകൊണ്ടാ പറഞ്ഞത്? ദൈവം കൊടുക്കുന്ന അനുഗ്രഹത്തിൽ മുഴുകിപ്പോകരുത്. അനുഗ്രഹത്തിന്റെ പുറകെ പോയി ദൈവത്തെ മറക്കാതിരിപ്പാൻ ദൈവം ആലോചന കൊടുക്കുന്നതായി ഇസ്രായേൽ ജനത്തിന്. പുതിയ നിയമ ഇസ്രായേലരായിരിക്കുന്ന ജനമേ, പകലിൽ എന്നെ കേട്ടാട്ടെ. ഈ വചന ഭാഗത്തിൽ കൂടി ദൈവം നമ്മളോട് ഒരു മുന്നറിയിപ്പിന്റെ ദൂത കൈമാറ്റം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ആരും കൈവിടപ്പെട്ടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. അതെ, അനുഗ്രഹത്തിന്റെ പുറകെ ഓടാതെ അനുഗ്രഹം തന്നവന്റെ പുറകെ ഓടുവാനാ സ്വർഗം ആഗ്രഹിക്കുന്നത്. ആമേൻ, സ്തോത്രം. ഈ അടിമനുഖത്തിൽ കിടന്ന നമ്മളെ, എന്നെയും നിങ്ങളെയും വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നത് അനുഗ്രഹത്തിന്റെ പിറകെ മാത്രം ഓടാനല്ല. ആമേൻ, സ്തോത്രം. നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെ നമ്മളെ പിന്തുടരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, അനുഗ്രഹത്തിന്റെ പുറകെയുള്ള ഓട്ടം നിർത്തിയിട്ട് അനുഗ്രഹം തന്ന ദൈവത്തിന്റെ പുറകെ ഓടിയാട്ടെ. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാട്ടെ. പരിശുദ്ധാത്മാവിന്റെ പകലിൽ ആരോടോ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ആമേൻ, സ്തോത്രം. നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു ദൈവവൈതലേ? സീറോ അല്ലായിരുന്നു. ആമേൻ, സ്തോത്രം. അവിടെ നിന്ന് സ്വർഗമല്ലേ നിങ്ങൾക്ക് ഈ ലോകപരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ തന്നത്? സ്പിരിച്വൽ ബ്ലെസ്സിങ് മാത്രമല്ലല്ലോ നിങ്ങൾക്ക് തന്നത്. മെറ്റീരിയലിസ്റ്റിക്കലി ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചില്ലേ? സാമ്പത്തികമായി നിങ്ങളെ അനുഗ്രഹിച്ചില്ലേ? ആമേൻ, സ്തോത്രം. അനുഗ്രഹം തന്ന ദൈവത്തെ മറന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാനുള്ള ഒരു മുന്നറിയിപ്പിന്റെ ദൂത ഇന്ന് പകലിൽ നമ്മളോട് കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. ഈ യഥാർത്ഥ അനുഗ്രഹമായ യേശുവിലേക്ക് മടങ്ങി വന്നാട്ടെ. ലോകപ്രകാരമുള്ള അനുഗ്രഹത്തിന്റെ പുറകെയുള്ള ഓട്ടം നിർത്തിയാട്ടെ. ആമേൻ, സ്തോത്രം. അങ്ങനെ അതിന്റെ ദൈവത്തെ മറന്ന് ലോകപ്രകാരമുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ പുറകെ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അന്ത്യം ശുഭമായിരിക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് ശുഭം വരണമോ? യഥാർത്ഥ അനുഗ്രഹം നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിന്മേലും സിദ്ധിക്കണമോ? സ്വർഗത്തിന്റെ ദൈവത്തിന്റെ പിറകെ ഓടിയാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ വചനത്തിൽ കൂടി ദൈവം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ്, എന്നോടല്ല എന്ന് പറയാതെ എന്നോട് തന്നെയാണ് ദൈവമേ അങ്ങ് സംസാരിക്കുന്നത് പറഞ്ഞ് ഈ വചനം ഏറ്റെടുത്ത് ക്രമീകരിക്കേണ്ട മേഖലകളെ ക്രമീകരിച്ച് കർത്താവിന്റെ പിറകെ ഓടുവാൻ ഇന്നു മുതൽ ഒരു തീരുമാനമെടുത്താട്ടെ. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്ന്